രാഹുൽ ഗാന്ധിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ പി.വി. അൻവർ എം.എൽ.എക്കെതിരെ കേസെടുക്കാൻ കോടതിയുടെ നിർദ്ദേശം. അന്വേഷണം നടത്തി കേസെടുക്കണമെന്ന നാട്ടുകൽ പോലീസിന് മണ്ണാർക്കാട് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇക്ബാൽ അറക്കൽ നൽകും വിവരങ്ങൾ. ഇക്ബാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പി.വി. അൻവർ നടത്തിയ വലിയ അധിക്ഷേപപരമായ പരാമർശങ്ങൾ, പ്രത്യേകിച്ച് DNA പരിശോധിക്കണം തുടങ്ങിയ തരത്തിലുള്ള മോശം പരാമർശങ്ങളാണ് ഇപ്പോൾ കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? വിനീത, കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് എടത്തനാട്ടുകരയിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിടെ രാഹുൽ ഗാന്ധിക്കെതിരെ പി.വി. അൻവർ എം.എൽ.എ ഒരു അധിക്ഷേപ പരാമർശം നടത്തിയത്. അതായത് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ തുടർച്ചയായി വിമർശനം ഉന്നയിക്കുന്ന രാഹുൽ ഗാന്ധി നെഹ്റു കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണോ എന്ന കാര്യത്തിൽ തനിക്ക് സംശയമുണ്ടെന്നും രാഹുലിന്റെ DNA പരിശോധിച്ച് പാരമ്പര്യം ഉറപ്പാക്കണമെന്നുമായിരുന്നു പി.വി. അൻവർ എടത്തനാട്ടുകരയിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത്. പി.വി. അൻവറിന്റെ ഈ ഒരു പ്രസ്താവന വലിയ രീതിയിൽ വിവാദമായിട്ടും ഇതിൽ ഖേദം പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ വാക്കുകൾ പിൻവലിക്കാനോ പി.വി. അൻവർ തയ്യാറായില്ല. ഇതിനുശേഷം പി.വി. അൻവറിനെതിരെ പല മേഖലകളിൽ നിന്നും, കേരളത്തിലെ പല മേഖലകളിൽ നിന്നും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു, പരാതികൾ ഉയർന്നു. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അഭിഭാഷകനായ ബൈജു നോയൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പി.വി. അൻവർ എം.എൽ.എക്കെതിരെ അന്വേഷണം നടത്തി കേസെടുക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാലക്കാട് നാട്ടുകൽ SHO ക്കാണ് ഇത്തരത്തിൽ മണ്ണാർക്കാട് കോടതി പി.വി. അൻവർ താൻ ബയോളജിക്കൽ DNA എന്നല്ല, പൊളിറ്റിക്കൽ DNA എന്നാണ് ഉദ്ദേശിച്ചതെന്ന് പി.വി. അൻവർ പിന്നീട് വിശദീകരിച്ചെങ്കിലും എന്തായാലും ഇപ്പോൾ കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. അന്വേഷണം നടത്തി കേസെടുക്കാനാണ് നാട്ടുകൽ പോലീസിന് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇക്ബാലാണ് വിവരങ്ങൾ നൽകിയത്.